വന്ന് നോക്കുമ്പോൾ ഇവർ ഉറക്ക ക്ഷീണത്താൽ ഉറങ്ങുന്നത് കണ്ടു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പെന്ന് പറഞ്ഞു. പരീക്ഷ അനുഭവിക്കുന്നതും പരീക്ഷയിൽ അകപ്പെടുന്നതും രണ്ടാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പരീക്ഷകളിലൂടെ തുടർമാനമായി കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികർ പോലും പറയും, എന്തുകൊണ്ടാ ഈ മനുഷ്യന് മാത്രം ഇങ്ങനെ എന്നും പരീക്ഷ എന്നവർ പറഞ്ഞേക്കാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പരീക്ഷകൾക്കും ശേഷം ഒരു പ്രൊമോഷൻ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എല്ലാ പരീക്ഷകൾക്കും ശേഷം ഒരു പ്രൊമോഷൻ ഉണ്ടാകും. കർത്താവിന്റെ വചനത്തിനകത്ത് നിങ്ങൾ നോക്കിക്കേ, കാരാഗ്രഹവാസവും സഹോദരന്മാരുടെ നിന്ദയും ഉപദ്രവവും ഒന്നും സഹിക്കാതെ ജോസഫിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനല്ലേ? പക്ഷേ പരീക്ഷയിലൂടെ കടത്തിവിട്ട് ഒരു വലിയ സ്ഥാനക്കയറ്റത്തിലേക്ക് കൊണ്ടുവരാനാണ് കർത്താവിന് ഇഷ്ടം. അപ്പൊ പരീക്ഷ സഹിക്കുന്നത് വേറെ, പരീക്ഷയിൽ അകപ്പെടുന്നത് വേറെ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു രാത്രി തന്നെ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് വലിയ കാര്യമാണ്. പക്ഷേ ദീർഘമായ വർഷങ്ങൾ ഒരു രാത്രി പോലും ഉറങ്ങാതെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ ദൈവദാസന്മാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കൊന്നും അതാ പലപ്പോഴും അറിയില്ല. ഒരുപാട് വർഷങ്ങളായി ഒട്ടും രാത്രിയിൽ ഉറങ്ങാതെ പ്രഭാതം വരെയും പ്രാർത്ഥിക്കുന്ന അനവധി ദൈവദാസന്മാരെ എനിക്ക് നേരിട്ടറിയാം. അവരുടെ കൂടെ ചില വർഷങ്ങൾ ഒട്ടും ഉറങ്ങാതെ പ്രാർത്ഥിപ്പാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയിലുള്ള പ്രാർത്ഥന വലിയ അനുഗ്രഹമാണ്. പക്ഷെ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. നമ്മുടെ ആൾക്കാരെ പോലെ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. അവര് ഉറങ്ങി. കർത്താവ് വീണ്ടും ദൂരെ പോയി പ്രാർത്ഥിച്ചു. വന്ന് നോക്കിയപ്പോൾ വീണ്ടും ഇവർ ഉറങ്ങുന്നു. രണ്ടാം വട്ടവും കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെയും കർത്താവ് പോയി, പിന്നെയും ശിഷ്യന്മാർ കിടന്നുറങ്ങി. ഹല്ലേലൂയ. അപ്പോഴാണ് പരീക്ഷയുടെ കാലം തുടങ്ങുകയാണ്. ഇവരറിഞ്ഞില്ല ഒരു പരീക്ഷയുടെ കാലം വരുമെന്ന്. എല്ലാം സുഖമായി പോകുമെന്നാണ് ഇവർ കരുതിയത്. എന്നാൽ അവർക്ക് ഉറങ്ങാൻ അവർ ഹല്ലേലൂയ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അവർ ഉറങ്ങിപ്പോയി. അതിന്റെ പുറകെ യൂദ വന്നു കർത്താവിനെ ചുംബിച്ചു. നമുക്കറിയാം, റോമൻ ഗവൺമെന്റ് നിയോഗിച്ച പട്ടാളക്കാർ മുഴുവൻ വന്ന് കർത്താവിനെ പിടിച്ചു. ശിഷ്യന്മാരെല്ലാം ചെതറിപ്പോയി. ഇവർക്ക് അന്ന് ആ ദിവസങ്ങളിൽ ഉണ്ടായ പരീക്ഷകളിൽ ഒന്നും ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ ഒരു ആത്മീക സാഹചര്യം നമുക്കറിയാം. ഹല്ലേലൂയ. വിശ്വാസം തണുത്തുപോയവരും ആത്മീക സന്തോഷം നഷ്ടപ്പെട്ടവരും പ്രത്യാശയില്ലാത്തവരും കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ കടുത്ത നിരാശ പൂണ്ടവരാണെന്നും ചിന്തിക്കുന്ന ഒരു ആത്മീക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം, പരീക്ഷയിൽ അകപ്പെട്ടു പോയവർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ എന്നോട് ഇപ്രകാരം പറയുന്നു, കൂടെ നടന്ന അനേകർ വീണുപോയപ്പോൾ, കൂടെ നടന്ന അനേകർ പിന്മാറിപ്പോയപ്പോൾ, കൂടെ നടന്ന അനേകർ പരാജയപ്പെട്ടു പോയപ്പോൾ, ആ കുഴികൾക്കകത്തൊന്നും വീഴാതെ ഉറപ്പുള്ളവർ കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. ചതിക്കുഴികൾക്കകത്തൊന്നും വീഴാതെ നിന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയുകയാണ്.